അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൂട്ടുകാരെ, എൻ്റെ ശബ്ദം സദാ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരികളെ, മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. അറബി മാസത്തിലെ ആദ്യത്തെ മാസം, യുദ്ധം ഹറാമായ മാസം. യുദ്ധം ഹറാമായ മാസങ്ങളിൽ അത്യുത്കൃഷ്ടമായ മാസം. വളരെയേറെ അള്ളാഹു മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഈ മാസത്തെ നമുക്ക് തരുമ്പോൾ സന്തോഷിക്കുന്നതോടൊപ്പം ജാഗ്രത പാലിക്കുകയും വേണം. കാരണം ഈ മാസത്തിന് മുഹറം എന്ന പേര് പറയാൻ കാരണം യുദ്ധം ഹറാമായതുകൊണ്ട് എന്നത് മാത്രമല്ല, ഈ മാസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പാർത്തിരുന്ന ഇബ്ലീസിനെ പുറത്താക്കിയതെന്നും മുഅ്മിനീങ്ങൾക്ക് സന്തോഷമാകാൻ അമ്പിയാക്കൾക്കൊക്കെ സഹായം ലഭിച്ച മാസമാണെന്ന് പറഞ്ഞ് നാം അഭിമാനം കൊള്ളുമ്പോൾ തന്നെ ഈ മാസത്തിന്റെ വില കളഞ്ഞു കുളിക്കും വിധം താന്തോന്നിയായി നടക്കുന്ന ആളുകൾക്ക് വലിയ വിപത്തുകൾ ഈ മാസത്തെ അവഗണിച്ചതിന്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ജാഗ്രത പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം. പ്രിയപ്പെട്ടവരെ, ഏതായാലും ഈ മാസത്തിൽ 1 മുതൽ 10 വരെ നോമ്പ് നോക്കാൻ പറ്റുന്നവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ ആയാനത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്, നോക്കുന്ന സുന്നത്ത് നോമ്പിനോടൊപ്പം ഖളാ ആയിപ്പോയ ഫർള് നോമ്പുകളെ നോക്കിയാൽ അവന് അത് ഫലവത്താകും. രണ്ടും നിയത്ത് ചെയ്ത് നോറ്റാൽ രണ്ടിന്റെയും കൂലി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ നോക്കാനും ഖളാ വീട്ടാനും പറ്റിയ ഏറ്റവും നല്ല സമയം ഈ മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസമാണ്. പറ്റാത്ത ആളുകൾ 9, 10 എന്നീ ദിവസങ്ങളിൽ നോക്കുക. അതിന്റെ പരിപൂർണമായ രൂപം 9, 10, 11 എന്നിവയാണ്. ഇനി സാധിക്കുമെങ്കിൽ ഈ മാസം മുഴുക്കയും നാം നോമ്പ് നോക്കാൻ ശ്രമിക്കണം. എന്നാൽ ഈ മാസം 1 മുതൽ 10 വരെ നോമ്പ് നോക്കിയാലും ഇല്ലെങ്കിലും ചൊല്ലൽ പുണ്യകരമായിട്ടുള്ള ഒരു ദിക്റാണ്. മാസം 1 മുതൽ ചൊല്ലേണ്ടുന്ന ഒരു ദിക്റാണ് മുഹറം ആദ്യത്തെ 10-ൽ 3 തവണ വീതം ഓരോ ദിവസവും ചൊല്ലിയാൽ കൊല്ലം മുഴുവനും, ഈ വർഷം മുഴുവനും ശൈത്താനിൽ നിന്ന് കാവൽ ലഭിക്കും. ഈ മാസത്തിൽ വലിയ വിപത്തിന് കാരണക്കാരനായി മാറിയ, വിപത്തിന് അവകാശിയായി തീർന്ന പിശാചിന്റെ ശർറ് വല്ലാണ്ടുണ്ടാവും. അവന്റെ അസൂയ, അവന് നഷ്ടപ്പെട്ട സ്വർഗത്തിലേക്ക് മറ്റാരും കടക്കരുത് എന്ന് എയ്ഡ്സ് ബാധിച്ച രോഗി മറ്റുള്ളവരിൽ എയ്ഡ്സ് പടർത്താൻ ശ്രമിച്ച് ഊരു ചുറ്റുന്നത് പോലെ നമ്മെ പിഴപ്പിച്ച് നമ്മുടെയും സ്വർഗം നഷ്ടപ്പെടുത്താനാണ് പിശാച് ശ്രമിക്കുന്നതെങ്കിൽ ഒരു വർഷത്തേക്ക് അവന്റെ കാര്യത്തെക്കുറിച്ച് ഒരു പേടിയും വേണ്ട. അവന്റെ കാര്യം യാതൊരു പ്രശ്നവുമല്ല എന്ന തരത്തിലാക്കി തീർക്കുന്ന ആ ദിക്റ് 10 ദിവസവും ചൊല്ലണം. ഇന്നലെ ഏതായാലും നാം ആ ദിക്റ് ചൊല്ലിയിട്ടുണ്ടാകും. കാരണം ആ ദിക്റ് കേൾക്കുമ്പോൾ ഇന്നലെ ചൊല്ലിയ ദിക്റ് തന്നെ ആയിരിക്കാം. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഇത് തന്നെ ചൊല്ലണം. ഏതായാലും അവശേഷിച്ച ദിവസങ്ങളിൽ ഇത് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. ഞാനിത് വായിക്കുന്നുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പാകത്തിൽ ഞാൻ മെല്ലെ മെല്ലെ വായിക്കും. എന്നിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ മാത്രം കോൾ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമൊന്നും അല്ല എന്നതുകൊണ്ടല്ല, അതൊരു ശല്യമാവുന്നു എന്നും അല്ല, മറിച്ച് പലപ്പോഴും നമുക്ക് അത് വേറെ നിലയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ അത് ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ വരുന്നതിന് വിരോധമില്ല. പക്ഷെ വന്നാൽ പേരും ജില്ലയും വെച്ച് ആവശ്യം ചോദിക്കണം. വെറും ഹായ് അടിച്ചാൽ ആരാ എന്താ ആവശ്യപ്പെടുന്നതെന്നറിയില്ല. പല രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്പർ കൈമാറിയിട്ടുണ്ടാകും. ഏത് ദുആഇന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നതെന്ന് പ്രത്യേകം പറയുകയും നിങ്ങളുടെ ഊരും പേരും ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ചോദിക്കാനെന്നും മാത്രമേ അപേക്ഷയുള്ളൂ. വിളിക്കുമ്പോൾ പകലിൽ 10 മണി മുതൽ ഏകദേശം
4 മണിയോ 5 മണി വരെയോ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അല്ലാത്ത രാത്രികളിലും വ്യാഴാഴ്ചകളിലൊന്നും വിളിക്കാൻ പാടില്ല. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാകാറില്ല രാത്രിയിൽ. അത് ശരിയല്ല. അപ്പോ ആ നിലയിലുള്ള ഷർത്തുകളോടുകൂടെ നിങ്ങൾ വാട്സപ്പിൽ വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ കിട്ടാത്ത ആളുകൾക്ക് മുഹറം ആദ്യത്തെ 10 ദിവസവും പറയേണ്ട ദിക്ർ എന്ന ടൈറ്റിലിൽ ഞാൻ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഞാൻ ആ ദിക്ർ വായിക്കുകയാണ്. 10 ദിവസവും നാം 3 വട്ടം വീതം ചൊല്ലണം. ഇന്നത് നമുക്ക് 3 വട്ടം ചൊല്ലാം. അല്ലാഹുമ്മ ഇന്നക ഖദീമുൻ വഹാദൽ ആമു ജദീദുൻ ഖദ് അഖ്ബൽ വസനത്തുൻ ജദീദത്തുൻ ഖദ് അഖ്ബലത് നസ്അലുക മിൻ ഖൈരിഹാ വനഊദു ബിക മിൻ ശർരിഹാ വനസ്തക്ഫീക ഫവാതഹാ വശുഗ്ലഹാ ഫർസുഖ്നൽ ഇസ്മത മിനശ് ശൈത്വാനിർ റജീം. اللهم إنك سلطت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وشمائلنا يرانا هو وقبيله من حيث لا نراهم. اللهم آيسه منا كما آيسته من رحمتك وكنته منا كما قنته من عفوك وباعد بيننا وبينه كما حلت بينه وبين مغفرتك إنك قادر على ذلك وأنت الفعال لما يريد. وصلى الله على سيدنا محمد وآله وصحبه وسلم. 3 വട്ടം ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. 3 വട്ടം നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ 9447923786 ചോദിക്കുകയാണെങ്കിൽ തരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്. അതോടൊപ്പം നാം മുഹറം 10 പ്രത്യേകമായി ചെയ്യേണ്ടത് നമ്മുടെ ഒരു കൊല്ലത്തേക്കുള്ള പിശാചിന്റെ കാവൽ ലഭിക്കുന്നതോടൊപ്പം ഒരു വർഷത്തേക്കുള്ള റിസ്ക് വിശാലമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹറം 10 നമ്മുടെ കുടുംബത്തിന്, മറ്റാർക്കുമല്ല, നമ്മുടെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുക. ഭക്ഷണം വിശാലത ചെയ്യുക. നല്ലവണ്ണം ഭക്ഷണം കൊടുക്കുക. കുറവില്ലാതെ സമ്പുഷ്ടമായ സമൃദ്ധമായ സന്തോഷകരമായ നിലയിൽ നമ്മുടെ വീട്ടിലേക്ക് നാം ഭക്ഷണം എത്തിക്കുക. മുഹറം 10 അത് കഴിച്ചിരിക്കണം. ആ കഴിക്കലോടുകൂടെ കുടുംബത്തിന്റെ സന്തോഷത്തിന് കാരണമായി തീരും. അതു കാരണമായി കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ ഒരു പ്രതിഫലം എന്നോണം ഒരു വർഷത്തേക്ക് നിന്റെ അന്നത്തിന് മുട്ടുണ്ടാവില്ല. വിശാലമായ ഭക്ഷണം നിനക്ക് ലഭിക്കും എന്നു മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മുഹറം 10 കഴിക്കണമെങ്കിൽ 10ന്റെ അന്ന് നാം കാര്യങ്ങളൊക്കെ വിചാരിച്ച് 10 കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പാകം ചെയ്താൽ അന്ന് നമുക്കൊക്കെ നോൻപായിരിക്കും വീട്ടുകാർക്ക്. അന്ന് അവരിത് കഴിക്കാൻ പറ്റിയില്ല, മഗ്‌രിബോട് കൂടിയാ കഴിക്കുക. അപ്പൊ മുഹറം 10 പോയി 11 തുടങ്ങി കഴിഞ്ഞു. അത് ഒരിക്കലും ഈ ഫലം കിട്ടാതെ പോയെന്ന് വരും. അതുകൊണ്ട് മുഹറം 10 തന്നെ ആവാൻ വേണ്ടി മുഹറം 9ന്റെ നോമ്പ് തുറക്കാനുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും ആയിരിക്കണം ആ വിശാലത വിചാരിച്ചുകൊണ്ട് പാകം ചെയ്യേണ്ടത്. അപ്പോ മുഹറം 9 കഴിഞ്ഞ് 10ാമത്തെ രാത്രി, അന്നാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അന്ന് രാത്രി മുഴുവനും നല്ല ഭക്ഷണമാക്കുക. എന്നാ പിന്നെ മുഹറം 10 തന്നെ ഭക്ഷണ വിശാലത ചെയ്തു എന്ന ആ വലിയ പ്രതിഫലം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അള്ളാഹു തുണക്കട്ടെ. വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.